ആദായ വിൽപ്പന 50% ഓഫറോടുകൂടി. അല്ല, ഈ സ്റ്റാച്ചു എവിടെ പോയി? സഹോദര, ഇന്ന് ജോലി കുറവാണെന്നാ തോന്നുന്നത്. അല്ല, ഈ സ്റ്റാച്ചു എവിടെ പോയി? നാഗ്പൂർ എന്ന ഞെട്ടലിലാണ് വലിയ വലിയ പ്രതിമകൾ ദുരൂഹമായി അപ്രത്യക്ഷമാകുന്നു. എങ്ങനെ, എന്തുകൊണ്ട്, ആരുടെ പക്കലും ഒരു തെളിവുമില്ല. പട്ടണത്തിൽ എന്താണ് നടക്കുന്നത്? എന്താ ഡിറ്റക്റ്റീവ് മെഹുലിനെ ഈ കേസ് തെളിയിക്കുവാൻ കഴിയുമോ? സർ, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങൾക്കായി ഒരു ഡബിൾ സമോസ ചീസ് ബോംബ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യൂ. ചീസ് ഉപയോഗിച്ചാൽ ലോജിക്ക് വേഗത്തിലാകും. ആലിയ, എന്റെ യുക്തിയുടെ വേഗത കൂട്ടുന്നത് ക്വസ്റ്റ്യൻസ് ആണ്, സമൂസയല്ല. ഓഹോ സർ, സമോസ ബോംബ് അബോർട്ട് ചെയ്തു. പുതിയൊരു കേസ് വന്നിരിക്കുന്നു. ലോജിക് കോളിംഗ്. ഡിയർ ഡിറ്റക്റ്റീവ് മെഹുൽ, നാഗ്പൂർ സിറ്റി മ്യൂസിയത്തിൽ 2 ടൺ ഭാരമുള്ള ഒരു ബ്രോൺസ് ടൈഗർ സ്റ്റാച്ചു ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായി. ഒരു വിധത്തിലുമുള്ള നാശനഷ്ടങ്ങളോ ബോഡി പ്രിന്റോ ടയർ മാർക്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. CCTVയുടെ ഒരു ഫ്രെയിമിൽ സ്റ്റാച്ചു, മറ്റേ ഫ്രെയിമിൽ ഒഴിഞ്ഞ സ്ഥലം മാത്രമേ കാണിക്കുന്നുള്ളൂ. മ്യൂസിയം അധികാരി പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ്. മാജിക് ആണോ? ഈ ഇമ്പോസിബിൾ റോബറിയുടെ ലോജിക്ക് കണ്ടെത്തണം. ഡിറ്റക്റ്റീവ് IQ സൊസൈറ്റി. സർ, 2 ടണ്ണിന്റെ സ്റ്റാച്ചു ഇതെങ്ങനെ ഉയർത്തി കാണും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ട്രെയിൻ, റോക്കറ്റ് ഓർ ഏലിയൻസ്? അത് മാജിക് പോലെ തോന്നുകയാണെങ്കിൽ അതിനർത്ഥം മെക്കാനിസം മറഞ്ഞിരിക്കുന്നുവെന്നാണ്. ലോജിക്കൽ ആർമി എപ്പിസോഡ് 6 തുടങ്ങിയത് തന്നെ ഇമ്പോസിബിൾ ആയിട്ടാണ്. വരൂ, സ്റ്റാച്ചു അനങ്ങാതെ അപ്രത്യക്ഷമാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സർ, സ്റ്റാച്ചു അപ്രത്യക്ഷമാകുമെങ്കിൽ എന്റെ ബ്രേക്ക്ഫാസ്റ്റും അപ്രത്യക്ഷമാകും. ഞാൻ എന്റെ ടിഫിൻ കൂടെ കൊണ്ടുപോവുകയാണ്. ഡിറ്റക്റ്റീവ് മെഹുൽ, ഇതൊരു സാധാരണ മോഷണമായി തോന്നുന്നില്ല. ഇത് ഒരുതരം മാജിക് ആണെന്നാ തോന്നുന്നത്. സർ, നമ്മുടെ ബോസ് മാജിക്കിലല്ല ലോജിക്കിലാ ബിലീവ് ചെയ്യുന്നത്, കൂടാതെ ബ്രേക്ക്ഫാസ്റ്റിലും. സ്റ്റാച്ചു അപ്രത്യക്ഷമായി, എന്നാൽ ക്ലൂസ് ഇല്ല. ലോജിക്കൽ ആർമി, സ്റ്റാച്ചു അപ്രത്യക്ഷം ഫ്രെയിം നമ്പർ 3-ലാണെന്ന് തോന്നുന്നു. എന്നാൽ യഥാർത്ഥ ക്ലൂ ഫ്രെയിം നമ്പർ 2-ലാണ്. ഒബ്ജക്റ്റിന്റെ സൈസ് ചെറുതാകുമ്പോഴാണ് ഷാഡോയുടെ സൈസും ചെറുതാകുന്നത്. സ്റ്റാച്ചു ആദ്യം ഷ്രിങ്കായി, പിന്നീട് അപ്രത്യക്ഷവുമായി. ഹേ ഭഗവാൻ, ആരോ സ്റ്റാച്ചു ചെറുതാക്കിയെന്നോ? സർ, എന്റെ പ്ലേറ്റിലെ ഷാഡോ ചെറുതാവുകയാണെങ്കിൽ സമൂസയും ചെറുതായി പോകില്ലേ? എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ പ്രോബ്ലം ആണെന്നാണ്. സൈസ് മാനിപ്പുലേഷന്റെ ഏതോ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സർ, ഈ സ്മെൽ എന്തോ കത്തിയ പ്ലാസ്റ്റിക്കിന്റെ പോലെയാ. ഒരാൾക്കൊരു മെഷീൻ ഉപയോഗിച്ച് ഇത്രയും വലിയ സ്റ്റാച്ചു ചെറുതാക്കാൻ എങ്ങനെ സാധിക്കും? ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ പണിയായിരിക്കും. സർ, തികച്ചും യുണീക്ക് ഇൻവെൻഷൻസ് ഉള്ള ഒരു സയന്റിസ്റ്റിനെ നമുക്കറിയാം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പണിയായിരിക്കും. സയന്റിസ്റ്റ് ഭൂൽ ഭുലയ. സർ, അദ്ദേഹം ഒരുപക്ഷെ എന്തെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് മറന്നിട്ടുണ്ടാകും. ഭൂൽ ഭുലയുടെ ലാബിലേക്ക് പോകാം. സയന്റിസ്റ്റ് തന്റെ ലാബിലേക്ക് എത്തിച്ചേരുന്നതിനായി ഒരു വഴികാട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഏത് വഴിയിലൂടെ ആ സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തുകയെന്ന്? ഈ വഴിയിലൂടെ ഇങ്ങനെയാണ് പോകുന്നത്. ആ വഴിയിലൂടെ മെഹുലും മാലിയയും സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. ഇത്തവണ സയന്റിസ്റ്റിന്റെ ലാബിന്റെ വാതിൽ ഒരു ഡിജിറ്റൽ പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഐ ഫോർഗോട്ട് ദി റൈറ്റ് കോഡ്. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, കോഡ് തല തിരിഞ്ഞാണ്. സർ, റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്നാണോ? ലോജിക്കൽ ആർമി, 2583യുടെ റിവേഴ്സ് എന്താണ്? ആൻസർ 3852 എന്നാണ്. സുഖമാണോ സയന്റിസ്റ്റ്? കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ടൂത്ത് പേസ്റ്റിന്റെ സ്ഥാനത്ത് ഗ്ലൂ വെച്ചു. ഇന്ന് രാവിലെ മുതൽ ഞാൻ വായ തുറക്കാൻ ശ്രമിക്കുക. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എങ്ങനെ എത്തി? പുതിയ എന്തെങ്കിലും കേസ്, എന്തെങ്കിലും ലോജിക് പസിൽ, എന്തെങ്കിലും ലഡു? സയന്റിസ്റ്റ്, മ്യൂസിയത്തിലെ ടൈഗർ സ്റ്റാച്ചു അപ്രത്യക്ഷമായി. എന്തോ? ടൈഗർ ഓടിപ്പോയെന്നോ? നിൽക്കൂ, ടൈഗർ സ്റ്റാച്ചു ആണോ അതോ ശരിക്കും ടൈഗർ ആണോ? സ്റ്റാച്ചു. സയന്റിസ്റ്റ്, അതായത് ആരോ സ്റ്റാച്ചുവിനെ ഷ്രിങ്ക് ചെയ്തു. ഷ്രിങ്ക്? ശ്രീ, നിൽക്കൂ, എനിക്ക് ഓർമ്മ വന്നു. എന്തോർമ്മ വന്നു? എന്തോ
ഓർമ്മിക്കാനുണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മ വന്നു. എന്താണ് ഓർക്കേണ്ടതെന്ന് ഞാൻ മറന്നും പോയി. സയന്റിസ്റ്റ്, വസ്തുക്കളുടെ സൈസ് കുറയ്ക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഇൻവെൻഷൻസ് നിങ്ങൾ ചെയ്തിരുന്നോ? ഈ ക്യാരറ്റ് ഇവിടെ ആരാ വെച്ചത്? ഞാൻ ക്യാരറ്റ് എപ്പോഴാ കഴിക്കുന്നത്? ഒരു മിനിറ്റ്, ക്യാരറ്റിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് ക്യാരറ്റിനെ കുറിച്ചൊന്നും ഓർമ്മ വരുന്നില്ല എന്നതാണ്. സയന്റിസ്റ്റ്, നിൽക്കൂ, എന്റെ ബുദ്ധിയിൽ ഒരു ബൾബ് കത്തിയിരിക്കുന്നു. ഒരു ശക്തമായ ഒരു ബീം ഉണ്ടാക്കിയിരുന്നു. എന്തായിരുന്നു പേര്? സിംഗ് ബീം MK. ഏത് നമ്പർ ആയിരുന്നു? MK1, MK2, MK7. ഞാൻ കൗണ്ടിങ് മറന്നു പോകുന്നു. സയന്റിസ്റ്റ്, ബ്ലൂ പ്രിന്റ്സ് കാണിക്ക്. ബ്ലൂ പ്രിന്റ്സ് ഞാൻ മറന്നു പോകാതിരിക്കാൻ സേഫായ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു. ഓ, ഞാനത് സേഫായ സ്ഥലത്ത് വച്ചിരുന്നു. അതിനർത്ഥം ആ സ്ഥലവും ഞാൻ മറന്നുപോയി. അതിനർത്ഥം ആരോ ബ്ലൂ പ്രിന്റ്സ് കൊണ്ടുപോയി കാണും. ആലിയ, നീ കാണുന്നുണ്ടോ? എന്താ സർ? എനിക്ക് മനസ്സിലായി ലോക്കർ എവിടെയാണെന്ന്. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? അത് നോക്കൂ, ചുവരിന്റെ സ്ഥലത്ത് മൾട്ടിപ്പിൾ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. അവിടെ സയന്റിസ്റ്റിന്റെ ഫിംഗർ പ്രിന്റ്സ് എങ്ങനെയാ വന്നത്? മീൻസ് അവിടെ എന്തോ ഉണ്ട്. അത് സയന്റിസ്റ്റ് പ്രസ് ചെയ്യാറുണ്ട്. ലോഹ, ടീന, പ്ലാസ്റ്റിക്, മെഹുൽ സർ, ഫാന്റാസ്റ്റിക്. സയന്റിസ്റ്റ്, ലാബിൽ ആരെങ്കിലും വന്നായിരുന്നോ? അതെ, ഇന്നലെ ഒരു വിസിറ്റർ വന്നിരുന്നു. സയൻസ് സ്റ്റുഡന്റ് എന്നാ പറഞ്ഞത്. നോട്ട്സ് എടുക്കുകയും ചെയ്തിരുന്നു. സ്മാർട്ട്, സസ്പീഷ്യസ്ലി സ്മാർട്ട്. ലോജിക്കൽ ആർമി, പസിൽ ടൈം. അയാളുടെ ഫുട് പ്രിന്റ്സ് വളരെ വിചിത്രമാണ്. ഒരു ഫൂട്ടിന്റെ ഔട്ട്ലൈൻ നോർമലാണ്. രണ്ടാമത്തെ ഫൂട്ടിന്റെ താഴെ ട്രയാങ്കിൾ ഷേപ്പ്. ഇത് ഷൂസ് പാറ്റേൺ അല്ല. ലോജിക്കൽ ആർമി, ട്രയാങ്കിൾ ഷേപ്പിന്റെ അർത്ഥം എന്താണ്? ആരാണ് ഇങ്ങനെയുള്ള ഫുട് പ്രിന്റ്സ് ഉണ്ടാക്കുന്നത്? ട്രയാങ്കിൾ ഷേപ്പ് ഒരു ട്രൈപോഡ് ലെഗിന്റേതാണ്. ഇതൊരു മനുഷ്യന്റെ ഫുട് പ്രിന്റ് അല്ല, ട്രൈപോഡിന്റെ ഫുട് പ്രിന്റ് ആണ്. എന്റെ ഒരു ബ്ലൂ പ്രിന്റിന് അടുത്ത് ട്രൈപോഡിന്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതും കാണാനില്ല. അപ്പോൾ കൾപ്രിറ്റിന്റെ പക്കൽ ട്രൈപോഡ് ഉണ്ടായിരുന്നു. ഗാഡ്ജറ്റുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ട്രൈപോഡ്. എക്സാക്ട്ലി. ഷ്രിങ്ക് ബീം സ്റ്റേബിളായി വയ്ക്കുവാൻ വേണ്ടി ട്രൈപോഡ് യൂസ് ചെയ്ത് കാണും. ഓരോ ക്രൈം സീനും ഒരു കഥ പറയുന്നു. ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. കാലിബ്രേഷൻ മിനിറ്റ് മുമ്പാ വീണത്. ഗ്രാസ് ഇപ്പോഴും ചൂടാണ്. ബീം 1-2 മിനിറ്റ് മുൻപ് യൂസ് ചെയ്തിരിക്കണം. സർ, ഈ ട്രയാങ്കിൾ പോലെയുള്ള പ്രിന്റ് ഷൂവിന്റേതാണെന്ന് തോന്നുന്നേയില്ല. ഷ്രിങ്ക് മെഷീൻ ഘടിപ്പിച്ചിരിക്കുന്ന ട്രൈപോഡ് സ്റ്റാൻഡ്. സർ, ഇത് മെഷീന്റെ സ്ക്രൂ പോലെ തോന്നുന്നു. കൾപ്രിറ്റ് പെട്ടെന്ന് ഓടിപ്പോയതിനാൽ മെഷീന്റെ സ്ക്രൂ ഇവിടെ തന്നെ വീണു. ലോജിക്കൽ ആർമി, തണുത്ത ഐസ്ക്രീം, ചൂട് ഗ്രാസ്, പുതിയതായി വീണ സ്ക്രൂ. അതിനർത്ഥം കൾപ്രിറ്റ് ഇവിടെ നിന്ന് പോയിട്ട്... അതിനർത്ഥം കള്ളൻ ഇപ്പോഴും ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ്. അതെ ആലിയ, അയാൾ നോർത്ത് ഈസ്റ്റ് എക്സിറ്റിലേക്കാണ് ഓടിയത്. സർ, പെട്ടെന്ന് ഈ തീഫിന്റെ ഷ്രിങ്കിങ് ഞാൻ ഇപ്പോൾ തന്നെ നിർത്തും. വരൂ, കേസ് ആരംഭിക്കാം. സ്റ്റാച്ചു നമ്പർ 3. പെർഫെക്റ്റ്. 1 മിനിറ്റ് കൂടി. നാഗ്പൂരിലെ ഏറ്റവും വിലയേറിയ മെറ്റൽസ് എന്റെ കയ്യിൽ. യെസ്, മിഷൻ റെഡി. പെർഫെക്റ്റ്. ഈ തവണ ആർക്കും എന്നെ തടയുവാൻ കഴിയില്ല. ആരാ അവിടെ? സർ, നോക്കൂ, സ്റ്റാച്ചു പകുതി ചെറുതായി പോയിരിക്കുന്നു. ബീം ഇപ്പോഴും ആക്റ്റീവാണ്. കൾപ്രിറ്റ് ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. ബാറ്ററി ലോ. മതി, ഈ മെഷീൻ ഇപ്പോൾ ഓഫ് ആകും. ഡിറ്റക്റ്റീവ് മെഹുൽ, ഇത്ര പെട്ടെന്ന് ഇവൻ എങ്ങനെ എവിടെ എത്തിയത്? തണുത്ത ഐസ്ക്രീം, ചൂട് പുല്ല്, വീണ് കിടന്ന ഒരു സ്ക്രൂ, എല്ലാം പറയുന്നു. സർ, ഇത്തവണ ആ ഷ്രിങ്ക് ബീം എന്നിലേക്ക് വന്നാൽ ഞാൻ ചെറിയ ആലിയായി മാറും. ബാറ്ററി ലോ. ലോജിക്കൽ ആർമി, ബീം ഡിവൈസ് ചൂടാവുകയാണ്. ഒരു വസ്തു ഓവർ ഹീറ്റ് ആവുകയാണെങ്കിൽ അത് തടയുവാൻ ഒരു സിമ്പിൾ രീതിയുണ്ട്. സർ, സ്വിച്ച് ഓഫ് ചെയ്യൂ. തീർച്ചയായും. സർ, അത് സാറിനെ ചെറുതാക്കാൻ നോക്കുകയാണ്.
നീ എപ്പോഴും 2 മിനിറ്റ് വൈകിയാ വരാറുള്ളത്. ഇന്നെങ്ങനെയാ ഇത്ര വേഗത്തിലെത്തിയത്? സർ, ബ്രിഡ്ജ് പഴയതാണ്, പൊട്ടിപ്പൊളിഞ്ഞതുമാണ്. നമ്മൾ അകത്തേക്ക് പോവുകയാണെങ്കിൽ എന്റെ ടിഫിൻ താഴെ പോകും. ബ്രിഡ്ജ് പഴയതാണ്, എന്നാൽ ലോജിക്ക് പഴയതാകില്ല. സർ, ഇതൊരു പക്ഷിയുടെ വഴി പോലെ തോന്നുന്നു. എങ്ങനെ മുറിച്ചു കിടക്കും? ലോജിക്കൽ ആർമി, തീഫ് ഇപ്പോഴാ ഇതുവഴി പോയത്. അയാൾ സേഫ് ബീം യൂസ് ചെയ്തിട്ടുണ്ടാകണം. എന്താ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ സേഫ് ബീംസ് എന്താണെന്ന്? ഫ്രഷ് ഫുഡ് പ്രിന്റ്സ്, അതിനർത്ഥം ഇക്കാര്യമാണ് സേഫ് ആയിട്ടുള്ളത്. വരൂ മെഹുൽ, നിങ്ങൾ വീഴും. സർ, പാലത്തിന്റെ കൈവരി ചെറുതായി പോയല്ലോ. ഞാൻ കാറ്റിൽ പറന്നു പോകും സർ. ഡോണ്ട് ലുക്ക് ഡൗൺ, ക്ലൂസിൽ മാത്രം ശ്രദ്ധിക്കൂ. നോട്ട് നൗ, നോട്ട് നൗ. കുറച്ചു നേരം കൂടി നടക്കൂ. സ്റ്റോപ്പ്. ബീം ഓവർ ഹീറ്റ് ആവുകയാണ്. മെഷീൻ ബ്ലാസ്റ്റ് ആകുവാൻ സാധ്യതയുണ്ട്. ഇത് പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇനി ഞാൻ എങ്ങനെ? സർ, ബ്രിഡ്ജ് മുന്നിൽ അവസാനിക്കുകയാണ്. സർ, ബ്രിഡ്ജ് മുന്നിൽ അവസാനിക്കുകയാണ്. ഈ മനുഷ്യൻ ഇനി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ചാൽ അവൻ നേരിട്ട് വെള്ളത്തിലേക്ക് ഡൗൺലോഡ് ആയി പോകും. ഏയ്, നിൽക്കവിടെ. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ചെറുതാക്കി മാറ്റും. ലോജിക്കൽ ആർമി, പസിൽ ടൈം. തീഫ് വിചാരിക്കുന്നത് ബീം ഉപയോഗിച്ച് നമ്മളെ ചെറുതാക്കാമെന്നാണ്. അയാൾ ദേഷ്യത്തിൽ ബ്രിഡ്ജിന്റെ പില്ലാർ ഷ്രിങ്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? എനിക്ക് പേടിയില്ല. ഞാൻ ഈ സ്റ്റാച്ചു മാത്രം ഷ്രിങ്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോകും. സർ, ഇത് തീർച്ചയായും തീപ്പൊരിയായി മാറും. ഫിസിക്സിന്റെ സിമ്പിൾ റൂൾ, ബീമിന് അത് പതിക്കുന്നിടത്ത് നിന്ന് വിപരീത ദിശയിലേക്ക് സഞ്ചരിക്കുവാനും കഴിയും. ഓ, എന്റെ മെഷീൻ! കെയർഫുൾ, വീണാലുണ്ടല്ലോ പെർമനന്റ് ഷ്രിങ്കായി മാറും. വരൂ, ഇനി നിന്നെ ജയിലിൽ ഷ്രിങ്കാക്കാം. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ ആൻഡ് ആലിയ റോക്സ്.